ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പെൺകുട്ടി നിങ്ങളെ ഭ്രാന്തമായി സ്നേഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട സൈൻസാണ്. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് ആ വ്യക്തി നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ എപ്പോഴും തയ്യാറായിരിക്കും എന്നുള്ളതാണ്. എസ്പെഷ്യലി നിങ്ങൾ ഡേറ്റിങ്ങിന് വിളിക്കുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്ന് ലഞ്ച് കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡിന്നറിന് പോകുന്ന സമയത്ത് ഒക്കെ നിങ്ങൾ വിളിക്കുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ അവർ നിങ്ങളോട് തന്നെ റിക്വസ്റ്റ് ചെയ്യുക എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഭ്രാന്തമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ് എന്നുള്ളതൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ അവരെപ്പോഴും പോയിക്കൊണ്ടിരിക്കുക, അത് നോക്കുക, ഓരോ ഫോട്ടോസ് ഇടുന്ന സമയത്ത് അതിന് നല്ല നല്ല കമൻസ് ഇടുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, എപ്പോഴും നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജസ് ഒബ്സർവ് ചെയ്യുകയും ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് എപ്പോഴും അവർ നിങ്ങളുമായിട്ട് ഒരു കീപ്പ് ഇൻ ടച്ച് എന്ന് പറയുന്നത് അത് നിലനിർത്തും എന്നുള്ളതാണ്. കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കും, അത് കോളിലായിക്കോട്ടെ, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ സ്ഥിരം ചാറ്റിങ്ങിലൂടെ ആയിക്കോട്ടെ. അപ്പോൾ എപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും എന്നുള്ളതും ആ വ്യക്തി നിങ്ങളെ ഭ്രാന്തമായി സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈൻ തന്നെയാണ്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സൈനാണ് ആ വ്യക്തി എപ്പോഴും നിങ്ങളെ കേൾക്കും എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്തായിക്കോട്ടെ, ഇനി അതല്ല നിങ്ങൾ എന്തെങ്കിലും ട്രബിളിൽ പെടുന്ന സമയത്ത്, നിങ്ങളുടെ ഇഷ്യൂസ് വിഷമങ്ങളൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ വളരെ ക്ഷമയോട് കൂടിയിട്ട് അത് ലിസൺ ചെയ്യുകയും അതിന് നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും വേർഡ്സുകൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? ഇത്ര നോക്കിയാൽ മതി. നന്നായിട്ട് ലിസൺ ചെയ്യുന്നുണ്ടോ, നിങ്ങളെ കേൾക്കാനുള്ള സമയം അവർ നൽകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ഒരു ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സൈൻ എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അവർ നിങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ലീഗലി ഉള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടുന്നത് വരെയുള്ള ഒരു ധൃതി അവർ കാണിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പെട്ടെന്ന് കല്യാണം കഴിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻഗേജ്മെൻറ്റ് നടത്തണം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഫ്യൂച്ചറിലെ പ്ലാൻസിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരങ്ങൾ വരിക. ഇനി അതല്ലെങ്കിൽ പെട്ടെന്ന് കമ്മിറ്റഡ് ആവണം, ലീഗലി ആയിക്കോട്ടെ, അല്ലാത്ത രീതിയിലായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് വിഷയങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരിക്കും. അവർ നിങ്ങളെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് അത്തരത്തിലുള്ള ടോക്കുകൾ വരുന്നത് എന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ടോട്ടൽ ഒരു 5 സൈൻസാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 5 സൈൻസ് ഒരു വ്യക്തിയിൽ കാണുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഒരു പെൺകുട്ടിയിൽ കാണുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഭ്രാന്തമായി സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. മെസ്സേജ് അയച്ചിട്ട് ഡൗട്ടുകളൊക്കെ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ടുണ്ടായിരിക്കും. എനിവേ, പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.